കേരളത്തിന് ഇന്ന് സങ്കടവെള്ളിയാണ്. കുവൈത്തിൽ തീപിടുത്തത്തിൽ പൊലിഞ്ഞ 24 പേരുടെ മൃതദേഹം കണ്ണീരോടെ കേരളം ഏറ്റുവാങ്ങുന്ന മണിക്കൂറുകളിലാണ്. തിരികെയില്ല ഇനിയൊരു യാത്ര. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. 23 മലയാളികളുടെ മൃതദേഹവുമായി പ്രത്യേക ആംബുലൻസുകൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീടുകളിലേക്ക് തിരിച്ചു. ഓരോ ആംബുലൻസിനും കേരള പോലീസ് അകമ്പടി പോകുന്നുണ്ട്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് തീപിടുത്തത്തിൽ മരിച്ച 45 പേരുടെ മൃതദേഹം എത്തിച്ചത്. വിമാനത്താവളത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര മന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗ്, സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണറും നൽകി. തമിഴ്നാട്ടിലേക്കുള്ള ആംബുലൻസിന് കേരള പോലീസ് അതിർത്തി വരെ അകമ്പടി പോകും. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നേരത്തെ സങ്കടക്കാഴ്ചകളാണ്. സിബിൻ്റെ പിതാവാണ് ഇപ്പോഴും വേദനയിൽ അങ്ങനെ നിൽക്കുന്നത്. ഓരോരോ ആംബുലൻസുകൾ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ആംബുലൻസുകളും മൃതദേഹങ്ങളുമായി അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എത്രയും വേഗം എല്ലാവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിയാൽ അധികം വൈകാതെ തന്നെ സംസ്കാരത്തിലുള്ള ക്രമീകരണങ്ങൾ അതത് പ്രദേശങ്ങളിൽ അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർക്ക് ഉചിതമായ രീതിയിൽ വിട നൽകാൻ നാട് വേദനാപൂർവ്വം വലിയ ഹൃദയവേദനയോടുകൂടി തയ്യാറെടുത്ത് നിൽക്കുകയുമാണ്. എസ് വിജയകുമാർ ചേർന്ന്. വിജയകുമാർ, രാവിലെ മുതൽ നമ്മൾ കാണുന്നത് വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇറങ്ങുന്നത്, അതിനുശേഷം വരിവരിയായി എന്ന് പറയുന്നത് പോലെ കണ്ണിന് ഉൾക്കൊള്ളാനാവാത്ത കാഴ്ച പോലെ മൃതദേഹങ്ങൾ പുറത്തേക്ക് വരുന്നത്, ബന്ധുക്കളുടെ ഹൃദയം നുറുങ്ങുന്ന വേദന. ഇന്നൊരു വല്ലാത്ത വെള്ളിയാഴ്ചയാണ് വിജയകുമാർ. ഹാഷ്മി, സമീപകാലത്തൊന്നും ഇത്രയും വലിയ സങ്കടത്തോടെ നമ്മൾ ഈ മണിക്കൂറുകൾ തള്ളി നീക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമേൽ ഹൃദയഭേദകമായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കാഴ്ചകൾ. ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കാഴ്ചകൾ മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു 48 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 36 മണിക്കൂറായി ഇത്തരം ഒരു കാഴ്ചയിലൂടെയാണ് ഈ നാടാകെ കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെ 10:15 വ്യോമസേനയുടെ പ്രത്യേക വിമാനം C-130J നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. ഇമിഗ്രേഷൻ, കസ്റ്റംസ് അത്തരം നടപടികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കി ഓരോരോ മൃതദേഹവും പൊതുദർശനത്തിനായി അവിടെ പ്രത്യേകം തയ്യാറാക്കിയ കാർഗോ കോംപ്ലക്സിലെ സ്ഥലത്തേക്ക് പിന്നീട് എത്തിച്ചു. അവിടെ ദുഃഖം ഘനീഭവിച്ച മനസ്സോടെ പ്രിയപ്പെട്ടവരുടെ ബന്ധുക്കൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കേന്ദ്രമന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗും സുരേഷ് ഗോപിയും മൃതദേഹം ഔപചാരികമായി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങി. അവർ അന്തിമോപചാരം അർപ്പിച്ചു. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ബന്ധുക്കൾ ആ മൃതദേഹം അവിടെ ഏറ്റുവാങ്ങി അവരവരുടെ ബന്ധു വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആംബുലൻസുകളിലായി മൃതദേഹം ഇപ്പോൾ അവരുടെ നാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ ഒരു വാഹനം ഈ ആംബുലൻസുകൾക്ക് വഴിയൊരുക്കി യാത്ര ചെയ്യുന്നുണ്ട്. തമിഴ്നാട് മന്ത്രി അവിടെ എത്തിയിരുന്നു. 7 തമിഴ്നാട്ട് സ്വദേശികളുടെ മൃതദേഹവും കൊണ്ടുപോയിട്ടുണ്ട്. ഒരു കർണാടക സ്വദേശിയുടെ മൃതദേഹവും കൊണ്ടുപോയിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വാഹനം, ഒരു പോലീസ് വാഹനം വഴിയൊരുക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട വീഥികളിലൊന്നും കാലതാമസം ഉണ്ടാവാതെ വീടുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇനിയുള്ള ദൗത്യം. ഇന്നും നാളെയും ഒക്കെയായി സംസ്കാര ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇന്ന് സംസ്കാരം നടക്കുന്ന മൃതദേഹം അത് വീടുകളിൽ എത്തിക്കുകയും അടുത്ത ദിവസങ്ങളിലേക്ക് സംസ്കാര ചടങ്ങുകൾ മാറ്റിവെച്ചിരിക്കുന്നത് ആശുപത്രികളിലെ മോർച്ചറിയിലേക്കും, അതായത് അവരുടെ വീടിനടുത്തുള്ള ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്യും. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ബന്ധുക്കളൊക്കെ എത്താൻ ഉള്ളതുകൊണ്ട് തിങ്കളാഴ്ചയൊക്കെ സംസ്കാരം നടക്കുന്ന ചില വീടുകളുണ്ട്. പക്ഷേ നാളെയും മറ്റന്നാളുമായി കൂടുതൽ സംസ്കാര ചടങ്ങുകളും നടക്കുന്നുണ്ട്. അങ്ങ് തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമെന്ന് പറയാം. അത്രയും അങ്ങനെ പല പല ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞത്. പ്രത്യേകിച്ച് പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ 6 പേർ അവരെ നഷ്ടമായിട്ടുണ്ട്. ഇനി ഈ വീടുകളിൽ നമുക്ക് അറിയാം എങ്ങനെയാണത് അവിടുത്തെ അവസ്ഥ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വിശദീകരിക്കാൻ കഴിയുക എന്ന് എനിക്കറിയില്ല. കാരണം ഹൃദയം പൊട്ടുന്ന കാഴ്ചയാണ്. അപ്പോൾ ആ വീടുകളിലൊക്കെയുള്ള ഇതിൽ പലരും അടുത്ത മാസമൊക്കെ നാട്ടിലേക്ക് വരാനിരുന്നവർ, നേരത്തെ 1 മാസം മുമ്പ് വന്നിട്ട് പോയവർ, ജോലിയൊക്കെ അവസാനിപ്പിച്ച് തിരികെ എന്നേക്കുമായി പ്രവാസം അവസാനിപ്പിച്ച് ഈ ജന്മനാടുകളിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചവർ, മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അടുത്ത മാസം കോളേജ് അഡ്മിഷനൊക്കെ വേണ്ടി അടുത്ത മാസം വരാനിരുന്ന ഒരു പിതാവ്, മകൾ ആവശ്യപ്പെട്ട ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഉടനെ കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞ ഒരു പിതാവ്, ആദ്യത്തെ ശമ്പളം അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് അത് വാങ്ങിയെന്ന് ഉറപ്പുവരുത്തി അന്ന് 3 തവണ അച്ഛനോടും അമ്മയോടും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഫോണിൽ സംസാരിച്ച കൊല്ലത്ത് ഒരു മകൻ, അടുത്ത മാസം കുരുന്നിൻ്റെ ആദ്യ പിറന്നാൾ അടുത്ത മാസം നടക്കാനിരിക്കുന്ന പത്തനംതിട്ട കീഴ്വായ്പൂർ സ്വദേശി, അതിന് വരാൻ കാത്തിരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കാത്തിരുന്ന
പിതാവ്, അവരുടെയൊക്കെ ചേതനയറ്റ ശരീരം, ഒരിക്കലും അവർ മടങ്ങി വരില്ല എന്ന് എന്ന് വിശ്വസിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ചേതനയറ്റ ശരീരം ആ വീടുകളുടെ ഉമ്മറത്തേക്ക് എത്തുകയാണ്. സ്വന്തമായി വീടില്ലാത്തവർ വീട് വാങ്ങാനും വീട് വയ്ക്കാനുമായി പ്രവാസം എന്നത് ഏറ്റെടുത്ത തൃശ്ശൂർ സ്വദേശിയെ പോലുള്ളവർ, ചാവക്കാട് സ്വദേശിയെ പോലുള്ളവർ, ജപ്തി നടപടികളും സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ ഒഴിവാക്കാൻ പ്രവാസം സ്വീകരിച്ച മലയാളി സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അവരൊക്കെ അവരുടെയൊക്കെ ചേതനയേറ്റ ശരീരമാണ് ഈ വീടുകളിലേക്ക് വരുന്നത്. സ്വന്തമായി വീടുള്ളവർ, വീടില്ലാത്തവർ, 25-30 വർഷമായി പ്രവാസ ലോകത്തുള്ളവർ, അങ്ങനെ പല തരക്കാർ. ഏതാണ്ട് നമ്മൾ ഈ മരണം അടഞ്ഞ മലയാളികളുടെ ആ പട്ടിക ഒന്ന് പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷവും പ്രൈം ഏജിലുള്ളവരാണ്. 25-40 വയസ്സിലുള്ളവരാണ് അധികവും ആളുകൾ. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരാണ് ഒട്ടുമിക്ക പേരും. അവരൊക്കെ നല്ല ജോലി അവിടെ ചെയ്യുന്നവരാണ്. പക്ഷേ നമുക്ക് എന്താണ് പറയുക, ഒരു നിമിഷം കൊണ്ട് അവരുടെ മുഴുവൻ സ്വപ്നങ്ങളും ആ തീ വിഴുങ്ങിക്കളഞ്ഞു എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം. അവരുടെ ബന്ധുക്കളോട് ഇനി എന്തു പറയണം, എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല. നമുക്ക് അവരുടെ കയ്യിലൊന്ന് മുറുക്കെ പിടിക്കാം, ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയാൻ അല്ലാതെ മറ്റൊന്നും കഴിയാത്ത തരത്തിൽ ആശ്വസിപ്പിക്കാൻ അവരുടെ സമീപത്തെത്തുന്ന, അവരുടെ ചാര എത്തുന്നവർ പോലും വലിയ സങ്കടക്കടലിൻ്റെ നടുവിലേക്ക് വീഴുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഈ മണിക്കൂറിലും അതുതന്നെയാണ് കാണുന്നത്. അല്പസമയം മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നമ്മൾ കണ്ട ദൃശ്യമാണ്. എങ്ങനെയാണ് ആ പിതാവിനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അവർക്ക് ആർക്കും അറിയില്ല. പെയ്ത് ഒഴിയട്ടെ, കരഞ്ഞ് തീരട്ടെ എന്ന് മാത്രമേ അങ്ങനെ നമുക്ക് പറയാൻ കഴിയൂ. വൈകാതെ അവരവരുടെ ജീവിതത്തിലേക്ക്, സങ്കടക്കടലിന് നടുവിലേക്ക് നീന്തി കരകയറി എത്തും എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കാം. അതിന് ഉതകുന്ന തരത്തിലുള്ള നിർത്ത് നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാകും, അല്ലെങ്കിൽ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകും. അവരെ എല്ലാ തരത്തിലും സഹായിക്കും എന്ന് നമുക്ക് കരുതാം. ഇങ്ങനെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വിമാനത്താവളത്തിന് പുറത്ത് പ്രധാനപ്പെട്ട വീതിയിൽ വിവിധ ദിശകളിലേക്ക് ആ വാഹനങ്ങൾ പോവുകയാണ്. വടക്കോട്ടും തെക്കോട്ടുമൊക്കെ ആ വാഹനങ്ങൾ യാത്ര ചെയ്യുകയാണ്. മധ്യ കേരളത്തിലേക്കാണ് കൂടുതൽ വാഹനങ്ങൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട, കൊല്ലം, അത് കഴിഞ്ഞാൽ കോട്ടയം അടക്കമുള്ള ജില്ലകൾ, പിന്നീട് തിരുവനന്തപുരത്ത്, പിന്നെ വടക്കൻ കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ ഒക്കെ ഈ വാഹനങ്ങൾ, ഈ ആംബുലൻസുകൾ യാത്ര ചെയ്യുകയാണ് ചേതനയേറ്റ ശരീരവുമായി. അത് ഇന്ന് വൈകുന്നേരത്തോടെ അതത് വീടുകളിൽ, ജന്മനാടുകളിലെത്തും. അവിടെ അവരെയും എന്നേക്കുമായി അവർക്ക് ഒരു കണ്ണീർ പൂക്കൾ അർപ്പിച്ച് അവരെ യാത്രയാക്കാൻ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആ നാടാകെ ഇങ്ങനെ തേങ്ങലോടെ കാത്തിരിക്കുകയാണ്. സമീപകാലത്തൊന്നും സിബിന്റെ പിതാവാണ്. സിബിന്റെ പിതാവ് നമ്മൾ കാണുന്നത് കേരളത്തിന്റെ തന്നെ വലിയ വേദനയാകുന്നു. സിബിന്റെ പിതാവ് 2 മാസം കഴിഞ്ഞാൽ സിബിന്റെ കുഞ്ഞിന്റെ 1ാം പിറന്നാളായിരുന്നു. അപ്പോൾ അതിന് വരാനിരിക്കുന്ന 9 മാസമുള്ള കൈക്കുഞ്ഞാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുഞ്ഞിനെ 1ാം പിറന്നാളിന് വരാം എന്ന വലിയ പ്രതീക്ഷയോടുകൂടി, ഉള്ളിൽ വലിയ ആഹ്ലാദത്തോടു കൂടി കാത്തിരുന്ന സിബിൻ ആണ് ഇപ്പോൾ വരുന്നത്. അത് പക്ഷേ വല്ലാത്ത ഒരു വേദനാ നിർഭരമായ വരവാണ്. അപ്പോൾ സിബിൻ്റെ പിതാവ് കേരളത്തിൻ്റെ ഒന്നാകെയുള്ള വേദനയാകുന്നു ആ ദൃശ്യങ്ങൾ കൂടി. നമ്മൾ നേരത്തെ രാവിലെ മുതൽ തന്നെ സിബിൻ്റെ പിതാവ് സ്വന്തം മകൻ വരുന്നത് കാത്ത് എയർപോർട്ടിൽ നിൽക്കുന്നുണ്ട്. എല്ലാ തവണയും നിൽക്കുന്നത് പോലെയുള്ള ആനന്ദം നിറഞ്ഞ ഹൃദയമായി നിൽക്കലല്ല, അത് നമുക്കറിയാം, കാണുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും ആശ്വസിക്കാൻ പോകുന്നവർ പോലും നിസ്സഹായരായി മടങ്ങുന്ന കാഴ്ച കാണുന്നു. ആ സിബിൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുന്ന കുറേ അധികം പേരെ നമ്മൾ കണ്ടു. കാര്യം താങ്ങാനാവാത്ത വലിയ വേദനയിൽ പിതാവ് നിൽക്കുമ്പോൾ അടുത്ത് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. നേരത്തെയും പോകുമ്പോഴൊക്കെ പോകുന്നവർക്കൊന്നും എന്തെങ്കിലും ആശ്വാസവാക്കുകൊണ്ട് പറഞ്ഞ്, നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ കയ്യിൽ ഒന്ന് ചേർത്തൊന്ന് പിടിക്കുക, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക എന്നതിനപ്പുറം ഒന്നും സാധ്യമായിരുന്നില്ല അവിടെ. അതിപ്പോഴും സാധ്യമല്ല. അത് സിബിൻ്റെ പിതാവിനെന്നല്ല, ഈ തീരാ ദുരന്തത്തിൽ, ഈ മഹാദുരന്തത്തിൽ നഷ്ടപ്പെട്ട എല്ലാവരും 27, 38, 36, 34 വയസ്സുകാരാണ്. അവരുടെ ജീവിതം തുടങ്ങുന്ന പ്രായമാണ്. അവരുടെ ജീവിതം കരിപ്പിടിപ്പിച്ച് തുടങ്ങുന്ന പ്രായമാണ്. വന്നിട്ട് വിവാഹം കഴിക്കാനിരിക്കുന്നവരുണ്ട്. വിവാഹം കഴിച്ച് ഉടനെ മടങ്ങിയവരുണ്ട്. കുഞ്ഞിന് 1 വയസ്സ് മാത്രം പോലും പ്രായമാകാത്ത യുവാക്കളാണ്. അപ്പോൾ യുവാക്കൾ നാടിൻ്റെ യുവാക്കളാണ്, നാടിൻ്റെ നട്ടലാവേണ്ടവരാണ്. ഇപ്പോൾ ഇത്തരത്തിൽ സമാനതകളില്ലാത്ത വലിയൊരു സമാനതകളില്ലാത്ത കാഴ്ച എന്ന് തന്നെ പറയണം. അടുത്ത കാലത്ത് കേരളം ഇത്തരത്തിൽ ഒരു ആംബുലൻസുകളുടെ നീണ്ട നിര നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ചേതനയേറ്റ പ്രവാസി സഹോദരങ്ങളുമായി പോകുന്ന ആംബുലൻസുകളുടെ നീണ്ട നിര നമ്മൾ കണ്ടവരല്ല. ആ കാഴ്ച തേങ്ങലുണ്ടാക്കുന്ന കാഴ്ചയാണ്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന, അങ്ങേയറ്റം സങ്കടമുണ്ടാക്കുന്ന കാഴ്ചയാണ്. ആ കൂട്ടത്തിൽ ഒരാഴ്ച ഇവിടെ നിന്ന് പോയിട്ട് ഒരാഴ്ച മാത്രമായ യുവാവുണ്ട്. അവിടെ നിന്ന് 1 മാസത്തിനകം ജോലി മതിയാക്കി മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒരായുഷ്കാലം മുഴുവൻ നാടിനു വേണ്ടിയും വീടിനു വേണ്ടിയും പ്രവാസ ലോകത്ത് ചിലവഴിച്ച് ഇനി അല്പനാൾ വിശ്രമിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയിരിപ്പിൽ, ഒരുപാടൊന്നും ബാക്കിയിരിപ്പൊന്നും ഉണ്ടാവില്ല. ഇവരൊക്കെ
അവിടെ നിൽക്കുന്നത് എല്ലാവരും ഒരുപാട് പണമുണ്ടാക്കുന്നവരല്ല. അതത് കാലത്തെ അവരവരുടെ ആവശ്യങ്ങൾ അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല, അവരുടെ സഹോദരിമാരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ വലിയ ബാധ്യതകൾ തോളറ്റുന്നവരാണ് പ്രവാസികൾ. നാടിൻ്റെ ബാധ്യതകൾ തോളറ്റുന്നവരാണ് പ്രവാസികൾ. അപ്പോൾ അങ്ങനെ ഉള്ള നീക്കിയിരിപ്പിൽ, ഉള്ള ബാക്കിയിരിപ്പിൽ ബാക്കിക്കാലം സമാധാനവും സ്വസ്ഥവുമായി നാട്ടിൽ ജീവിക്കാമെന്ന പ്രതീക്ഷയുമായി മടങ്ങാനിരുന്ന ഒരു 58-കാരനുണ്ട്. അങ്ങനെ ഇവിടുന്ന് പോയിട്ട് ഒരാഴ്ച മാത്രം ബാക്കിയുള്ള, അവിടുന്ന് എല്ലാം കഴിഞ്ഞ് വരാൻ ഇനി കേവലം നാളുകൾ മാത്രം ബാക്കിയുള്ള ആളുകൾ വരെ നീളുന്നു. ആ സങ്കട മടങ്ങി വരവിൽ ഉള്ളവർ എല്ലാവർക്കും പ്രതീക്ഷകളാണ്. എല്ലാവരുടെയും ഒരു കുഞ്ഞു വീട്, നേരത്തെ നമ്മളൊരു വീട് കണ്ടു, തേക്കാത്തൊരു വീട്, ആ വീട് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു യുവാവ് ഇക്കൂട്ടത്തിലുണ്ട്. കുടുംബ പ്രാരാബ്ദങ്ങൾ, മക്കളുടെ പഠന ചെലവുകൾ, വീട്ടുകാരുടെ ചികിത്സാ ചെലവുകൾ, അങ്ങനെ 100 അവരവരുടേതായ ജീവിത പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കടൽ കടക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ സുഖവും സമാധാനവും ശാന്തതയും അല്ലെങ്കിൽ ഇഷ്ടംപോലെ ജീവിക്കാൻ ആവശ്യമായ വകുപ്പ് കിട്ടുമെങ്കിൽ ആരും കടൽ കടന്നു പോകില്ല. അപ്പോൾ അങ്ങനെ ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി കടൽ കടന്നു പോയവർക്കാണ് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തവരുടെ സ്വപ്നങ്ങളാണ് ഈ ആംബുലൻസുകളിലുള്ളത്. ആ സ്വപ്നങ്ങൾ കഴിയുന്നു. ഇനി അത്താണി, ഒട്ടുമിക്ക എല്ലാവരും അവരുടെ കുടുംബത്തിന് ഏക അത്താണികൾ ആയവരാണ്. അവർക്ക് പിന്തുണയേകേണ്ടത്, അവർക്ക് കൈത്തുണാകേണ്ടത്, അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് പറയാൻ കാരണം, ഇവരാരും ഈ മരിച്ച് തിരിച്ചു വന്ന് നിത്യശാന്തിയിലേക്ക് മടങ്ങി പോകാൻ ഉള്ളവരാരും ആ വീടിൻ്റെ മാത്രം സ്വത്തുകളായിരുന്നില്ല. അവർ ഈ നാടിൻ്റെ ഒന്നാകെയുള്ള സ്വത്തുകളായിരുന്നു. ഈ നാടിന് വേണ്ടി കൂടി റെമിറ്റൻസ്, നമ്മൾ സാങ്കേതിക ഭാഷയിൽ വിളിക്കുന്ന അവരയച്ചു തരുന്ന തോണി നാടും ജീവിച്ചിട്ടുണ്ട്. ഈ നാടും കരിപ്പിടിച്ചതാണ്. ഈ നാടും നട്ടൽ ഉയർന്നു നിന്ന് പ്രവാസ പണം കൊണ്ടുതന്നെ തർക്കമക്കാര്യത്തിലില്ല. അതിൻ്റെ ഒരു പങ്ക് ഇവരുടെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ബാക്കിയാക്കി പോകുന്നവരുടെ സ്വപ്നങ്ങൾക്ക് തുടർച്ച ഉണ്ടാക്കി കൊടുക്കാൻ ഈ നാടിന് ബാധ്യതയുണ്ട്. അവരുടെ കമ്പനി നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു, പരമാവധി സഹായം ഉണ്ടാകും. അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ അവരുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുമെന്ന് കമ്പനി പറയുന്നു. നല്ല കാര്യം, ചേർത്ത് പിടിച്ചേ മതിയാകൂ. അതുറപ്പായും അധികം വൈകാതെ തന്നെ ചേർത്ത് പിടിക്കൽ ഉണ്ടാകണം. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം ഉണ്ട്. നല്ലവരായ പ്രവാസി മനുഷ്യരുടെ വലിയ സഹായങ്ങൾ അവർക്കുണ്ട്. ഇതൊക്കെ സഹായം നഷ്ടപരിഹാരം എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. നഷ്ടം അപരിഹാര്യമാണ്, തീർത്താൽ തീരാത്ത നഷ്ടം തന്നെയാണെങ്കിൽ കൂടിയും അവരുടെ മുന്നോട്ടുള്ള ആ സ്വപ്നങ്ങളുടെ തുടർച്ചയ്ക്ക് ഇവരാർക്കു വേണ്ടിയാണോ കടൽ കടന്ന് പ്രവാസ ജീവിതം നയിക്കാൻ തുനിഞ്ഞത്, അവർക്കൊക്കെ വേണ്ടി നാടൊരുമിച്ച് ഒന്നാകെ നിൽക്കും എന്ന കാര്യം ഉറപ്പുണ്ട്. പക്ഷെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ബാധ്യതയും എല്ലാമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ആംബുലൻസുകളും മൃതദേഹങ്ങൾ കയറ്റിയ ആംബുലൻസുകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാസർഗോഡ് മുതൽ അങ്ങ് കോട്ടയം, എനിക്ക് പത്തനംതിട്ട ജില്ലയിലാണ് കൂടുതൽ ഉള്ളത്. പത്തനംതിട്ട ജില്ലയിൽ ആ മേഖലയിൽ ഉള്ള കൂടുതൽ പേർ ഒരുപക്ഷെ ആ മേഖലയിലുള്ള കൂടുതൽ പേർ പോകുന്നത് കുവൈറ്റിലേക്ക് തന്നെയാണ്. അത് എൻ്റെ നാടിരിക്കുന്ന പ്രദേശം കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പേർ കുവൈറ്റിലുണ്ട്. പ്രത്യേകിച്ച് കമ്പനിയിലൊക്കെ ആ മേഖലയിലുള്ള ചെങ്ങന്നൂരും തിരുവല്ലയും പന്തളവും ഒക്കെ ആ മേഖലയിലുള്ള ആ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് വിദ്യാസമ്പന്നരായ ആളുകൾ ഈ കമ്പനിയിലും മറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് മലയാളികളുള്ള സ്ഥലമാണ് കുവൈറ്റ്. ഒരുപക്ഷെ കുവൈറ്റിലെ പ്രവാസികൾ എണ്ണമെടുത്താൽ ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെയാവണം. അപ്പോൾ ആ കുവൈറ്റിൽ നിന്നും 23 പേരാണ് ചേതനേറ്റ് ഇപ്പോൾ മടങ്ങി വന്നത്. അവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇത് നാട്ടിലെത്തുന്ന മുറയ്ക്ക്, ഈ ആംബുലൻസുകൾ നാട്ടിലെത്തുന്ന മുറയ്ക്ക് അധികം വൈകാതെ ഇന്നോ നാളെയൊക്കെയായി ആ സംസ്കാരങ്ങൾ പൂർത്തിയാക്കും. അതിൽ ഒരാളുടെ 1-2 പേരുടെ മൃതദേഹം മാത്രമാണ് സംസ്കാരം പിന്നീട് എന്ന തരത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരുടെ സംസ്കാരം ഇന്ന് തന്നെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിയാൽ അധികം വൈകാതെ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും ഒരുക്കിയിരിക്കുന്നു. കാസർഗോഡ് കുഞ്ഞിക്കൽ അടക്കം കാസർഗോട്ടേക്കുള്ള ആംബുലൻസ് അടക്കം ഇതിനോടകം തന്നെ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുമെന്ന് അറിയാൻ കഴിയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കേന്ദ്രമന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗ് ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, MLA-മാരുണ്ട്, നാടിൻ്റെ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. നാടൊന്നാകെ അവരെ കാത്തു നിൽക്കുന്നവരെ സമാശ്വസിപ്പിക്കാൻ നേരത്തെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നവരാണ്. മൃതദേഹങ്ങൾ വന്ന് ഓരോരോ ആംബുലൻസുകളായി ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. നേരത്തെയൊക്കെ പറയുന്നത് പോലെ നമുക്കറിയാം, ഇവർ വീട്ടിലേക്ക് എത്തിയാൽ അവരുടെ വീടുകളിൽ ഉയരുന്ന തീരാവിലാപം, നാളുകളോളം നീണ്ടു നിൽക്കുന്ന അവരുടെ മനസ്സിൻ്റെ ആഴത്തിലെ ഹൃദയവേദന, പുത്രദുഃഖം, വൈധവ്യം, അനാഥത്വമൊക്കെ അതിന് പരിഹാരമുണ്ടാവില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതങ്ങളിലേക്ക്, അവരുടെ ഈ വലിയ വേദനയിൽ നിന്ന്, വലിയ വേദനയുടെ ആഘാതങ്ങളിൽ നിന്ന്, ആഴങ്ങളിൽ നിന്ന് അവർ കയറി വരട്ടെ. അങ്ങനെ കയറി വരാൻ കൈപിടിച്ചു കൊടുക്കാൻ നമ്മളൊക്കെയും ബാധ്യതപ്പെട്ടവരാണ്. അങ്ങനെ കൈപിടുത്തങ്ങൾ ഉണ്ടാകും എന്നുറപ്പായും അറിയാം. കണ്ണീരോടെ മടക്കം എന്നുള്ള ആ പ്രയോഗം അക്ഷരാർത്ഥത്തിൽ അത് ഏതെങ്കിലും തരത്തിലൊരു പ്രയോഗമല്ല, അങ്ങനെ തന്നെയാണ്. ഇത് കാഴ്ച കാണുന്നവരുടെയൊക്കെ കണ്ണുകൾ സജനങ്ങളാവുന്നുണ്ട്, കാണുന്നവരുടെയൊക്കെ കണ്ണുകൾ നിറയുന്നുണ്ട്.
അവരുടെ ഹൃദയങ്ങൾ വിങ്ങുന്നുണ്ട്. അതിന് ഏതെങ്കിലും ബന്ധുത്വമോ ഒന്നും ഒരു തടസ്സമല്ല. ഇവിടെ വരുന്ന ഓരോരുത്തരും നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ്, നമ്മുടെ കൂടപ്പുറപ്പുകൾ തന്നെയാണ്. അത് അല്പസമയം മുൻപുള്ള കാഴ്ചയായിരുന്നു. ആംബുലൻസുകൾ അങ്ങനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നേരത്തെ പോലീസ് വാഹനങ്ങൾ അകമ്പടിയിൽ ഇട്ടിരുന്ന ഓരോ പോലീസ് വാഹനമുണ്ട്. ഈ ആംബുലൻസുകൾ പോകുന്ന വഴിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത തടസ്സങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള താമസങ്ങളോ വൈകലുകളോ ഉണ്ടാവില്ല എന്ന് നാട് ഉറപ്പാക്കിയിരിക്കുന്നു.